നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്, ലവ് റീഡിങ് എടുക്കുന്നതിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ, അവരുടെ ഒരു ആക്ഷൻ എന്തായിരിക്കും എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അവര് ഫീലിങ്സും എടുക്കും, ഓഫ് കോഴ്സ്, അത് നമ്മുടെ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഫീലിങ്സ് എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ അടുത്ത സ്റ്റെപ്പ് അവരുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് ഉണ്ടാവാം, നോ കോണ്ടാക്ട് ആവാം, സെപ്പറേഷൻ ആവാം, ടോട്ടൽ സെപ്പറേഷൻ ആവാം, എന്തും ആവാം. ഓക്കെ, സിറ്റുവേഷൻസ് എന്തും, മാരീഡ്, എന്താ പറയുക, സിംഗിൾസ്, മാരീഡ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ, ഓക്കെ, ജസ്റ്റ് ഒരു അഫെയർ, വട്ടെവർ, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ അറിയാം നമുക്ക്. അവർ നെക്സ്റ്റ് എന്തായിരിക്കും ചെയ്യാൻ സാധ്യത. അതിന് മുമ്പ് ആദ്യം ഒരു ഫീലിങ്സ് എടുത്തേക്കാം. ആൻഡ് വിൽ സ്റ്റാർട്ട്. പേഴ്സൻ്റെ ഫീലിങ്സ്. Eight of Cups, 4 of Swords, 8 of Pentacles, Death. Oh my God, ഇത് ഇന്ന് കാണുന്നവർ കൂടുതലും നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ആണല്ലോ എനിക്ക് കാണുന്നത്. ഓക്കെ, ലെറ്റ് മീ സീ സിറ്റുവേഷൻ. ഇന്നത്തെ 6 of Wands. ഓക്കെ, ഇവിടെ എനിക്ക് ഇന്ന് പക്ഷേ ഫീലിങ്സ് എന്ന രീതിക്കല്ല, ഇത് എനിക്ക് ആദ്യം തന്നെ സിറ്റുവേഷനാണ് കാണുന്നത്. ഇവിടെ പേഴ്സൺ 8 of Cups, 4 of Swords, ഇതെല്ലാം ആക്ച്വലി പറയുന്നത് എനിക്കൊരു എൻഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊരു ബ്രേക്ക് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ വിട്ട് മാറിപ്പോയി കാണാം, സംസാരിക്കുന്നുണ്ടാവില്ല, ബ്ലോക്ക് ചെയ്തു പോയി, മാറിപ്പോയി. ഓക്കെ, ജസ്റ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. ഈവൻ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജോലിയിൽ വളരെയധികം ബിസി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നില്ല, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്ന രീതിക്ക്. ഓക്കെ, എന്നാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇവിടെ ടോട്ടലി അവർക്കൊരു ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. ഓക്കെ, എല്ലാത്തിനും മാറി നിൽക്കുന്ന പോലെ എന്നും പറയാം. നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, ഐ തിങ്ക് എവിടെയോ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ട്രാൻസ്ഫോർമേഷൻ വരുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് പേർക്ക് അഗൈൻ സ്ഥലം മാറിപ്പോയതായിരിക്കാം. ഓക്കെ, മാറ്റം എന്ന് പറയുമ്പോൾ എന്ത് രീതിയിലും നമുക്ക് എടുക്കാം. സോ മേ ബി കുറച്ച് പേർക്ക് ഇവിടെ സ്ഥലം മാറിപ്പോയി, അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവർ പോയി. കുറച്ച് പേർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ചേഞ്ച് ആയിരിക്കാം, അവരുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളുടെ കാര്യമായിരിക്കാം. നിങ്ങൾ തമ്മിലും എന്തെങ്കിലും ചിലപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എൻഡ് ആയതായിട്ടും, ഓൾമോസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ, സോറി, ഇത് ടോട്ടൽ എൻഡ് എന്ന് എടുക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നമ്മൾ നോക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ സ്റ്റേജിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ച, ഓക്കെ, ബ്രേക്കപ്പ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് കാർഡ് നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഡെത്ത് ആൻഡ് ഇത് രണ്ടും കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടിയാണ്. അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ അല്ലെങ്കിൽ ഒരു ഈ സിറ്റുവേഷനെ വീണ്ടും ഒരു റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, ഒരു സക്സസ് ആഗ്രഹിക്കുന്നു എന്നാണ്. മേ ബി കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന രീതിക്ക് ആയിരിക്കാം. അല്ല, അതിവിടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കാരണം ഇതിവിടെ വിട്ടുപോയതായിട്ട്, ഓക്കെ, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇതിലിങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. വീണ്ടും ഈ ബന്ധം വേണം എന്ന രീതിക്കാണ്. സോ നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഒരു അകൽച്ചയാണ് എനിക്ക് കാണുന്നത്, പക്ഷേ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം കൂടി നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ കാണുന്നുണ്ട്. ഫീലിങ്സ് വൈസ് വന്നില്ല, എന്താണാവോ. ഓക്കെ, ഞാൻ ഒന്ന് ഫീലിംഗ് കൂടി എടുത്തേക്കാം. ചിലപ്പോൾ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ലെറ്റ്സ് സീ ഫീലിങ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് പെനിക്കിൾസ്, ഫുൾ കാർഡ്, സ്റ്റാർ. ഇത് ഭയങ്കരമായിട്ട് സ്റ്റിക്കി കാർഡ്സാണ്, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, 10 of Cups. One more please.
ക്വീൻ ഓഫ് സോഡ്, ഇത് നേരത്തെ കണ്ടിരുന്നു. ഓക്കെ, സോ ഇവർക്ക് ഓക്കെ ക്വീൻ ഓഫ് വാൻസും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്നത്. വേൾഡ് കാർഡ് ഉണ്ട്, വേൾഡ് കാർഡ് എൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ എൻഡിങ്ങിന് റീസൺ ഇവിടെ തേർഡ് പാർട്ടി ആയിരിക്കാം. അഗൈൻ തേർഡ് പാർട്ടി ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് എനർജി പറയുമ്പോൾ മേ ബി അത് ആരുമാവാം. അവരുടെ ലൈഫിലുള്ള ലേഡി ആവണമെന്നില്ല, ജെൻസ് ആയാലും ശരി. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ആവാം. അവരുടെ ലൈഫിൽ ആരോ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട്. സോ അത് ഫാമിലി ആവാം, അഗൈൻ മാരേജ് ആവാം, അവർ ഈവൻ വേറെ ഒരു വ്യക്തിയായിട്ടാണ് പക്ഷെ കൂടുതലും കാണുന്നത്. ഒരു വ്യക്തി അവരുടെ ലൈഫിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ മേ ബി ഉണ്ടാവാം. സോ ആ ഒരു വ്യക്തി കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നത്. ഇവിടെ പക്ഷേ അവർ ഫീലിങ്സിൽ അവർക്ക് തിരിച്ച് വരണം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെനിക്കിൾസ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കണം, മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന രീതിക്ക് ഒരു ചിന്തയാണ്. അവർ മനസ്സിലെ ഫീലിങ്സ്, അതായത് അവർ സ്റ്റേബിളായിട്ടൊരു ബന്ധം ആഗ്രഹിക്കുന്നു എന്നാണ്. അവിടെ ഫുൾ കാർഡ് ഉണ്ട്. സോ അവരൊരു റിസ്ക് എടുത്തിട്ടായാലും ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട്. ആര് തടസ്സമുണ്ടെങ്കിലും ശരി, ആര് എതിർപ്പുണ്ടെങ്കിലും ശരി, എവിടെയോ അവർ വീണ്ടും ഒരു റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യണം, വീണ്ടും സംസാരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഒരടുപ്പം വേണം എന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റാർ കാർഡിൻ്റെ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ്. എൻ്റെ ഇവിടെ ഒരു പ്രതീക്ഷ, ഹോപ്പ്, വിഷ് എന്ന രീതിക്കൊക്കെ എടുക്കാം. ഓക്കെ, നിങ്ങളെ ഒരു വിഷായിട്ട് അവർ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു ഡ്രീം എന്ന രീതിക്ക് അവർ കാണുന്നുണ്ട്. അവർക്ക് വേണം എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ 10 ഓഫ് കപ്സും ഉണ്ട്. സോ യെസ്, ഫാമിലി. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആയിരിക്കാം തടസ്സം. ഓക്കെ, അവരുടെ പാരൻസും ആവാം, മാരീഡ് ആണെങ്കിൽ അങ്ങനെയാവാം, കുട്ടികൾ, ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം തടസ്സം. പക്ഷെ എവിടെയോ അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ അവർക്ക് വളരെയധികം ഉണ്ട്. അവർക്ക് നിങ്ങളെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ്. നിങ്ങളെ അവർ ഒരു ഇപ്പോൾ എവിടെയോ നിങ്ങളോട് റെസ്പെക്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എൻഡിങ് ഉണ്ടായിരുന്നു, ശരിയാണ്. ഒരു വേൾഡ് കാർഡ് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ട് മാറി പോയിട്ടുണ്ട്, പക്ഷേ തിരിച്ചു വരാനുള്ള ഒരു ഫീലിങ്സിൽ അവർക്ക് ആ ഒരു സ്ട്രോങ് അട്രാക്ഷൻ എന്ന് കാണുന്നുണ്ട്, സ്നേഹം എന്ന് കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ ഒരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. തിരിച്ച് വീണ്ടും ശരിയാക്കാൻ പറ്റും എന്ന രീതിക്ക് അവർക്കൊരാഗ്രഹമുണ്ട്. ഇവിടെ മേ ബി അവരെ ഫാമിലി ആയിരിക്കാം തടസ്സം, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഫാമിലി ആയിട്ട് കാണാനും ശ്രമിക്കുന്നു, അതും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഫാമിലി പോലെ വേണം എന്നുമായിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്നുള്ള ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇനി ഓക്കെ, അതിൽ ഈ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും? ഇനി വിട്ട് നിൽക്കുന്നു, മാറി നിൽക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും? ഓക്കെ, 7 ഓഫ് കപ്സ് ഉണ്ട്, Ace of Cups, King of Swords, that's okay. Queen of Wands വീണ്ടും വന്നു. ഓക്കെ, സോ യെസ്, Justice, good. 5 of Swords, 10 of Swords, Tower. ഓക്കെ, ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് വലിയ വളരെ ഒരു ലൈക്ക് ക്ലാഷ് ഉണ്ടായ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വഴക്കായി, പ്രശ്നമായി, ഐ തിങ്ക് അവർ വിട്ടുപോയ രീതിക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു എൻഡിങ് എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ലൈക്ക് ഒരു വല്ലാത്ത ഹാർട്ട് ബ്രേക്ക് തന്നെ ഉണ്ടായി കാണാം. ബിക്കോസ് തേർഡ് പാർട്ടിയുടെ കാര്യം ചിലപ്പോൾ നിങ്ങൾ അറിയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കാണാം. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞു, അങ്ങനെയായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് അതുമുണ്ട്. സോ അങ്ങനെ ഒരു ബ്രേക്ക് നിങ്ങൾ തമ്മിൽ വരേണ്ടി വന്നതായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, വല്ലാതെ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. മറ്റുള്ള ഒരു സ്ട്രോങ് കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്, കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇവിടെ 7 ഓഫ് കപ്സ് ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ട്. പല കാര്യങ്ങളും അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫാമിലി, വേറെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക്. പക്ഷേ അതിൽ നിന്ന് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് അവർ ഇമോഷൻസിനെയാണ് ചൂസ് ചെയ്യുന്നത്. അവരുടെ ഇമോഷനിൽ അവർക്ക് എന്താണ് സന്തോഷം തരുന്നത് അതിനെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്കാണ് അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളിൽ നിന്നും. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒരു ബന്ധം, റിലേഷൻഷിപ്പ് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് കിങ് ഓഫ് സോഡ്സ് നമുക്കൊരു ആക്ഷൻ്റെ എനർജിയാണ് അറ്റ്ലീസ്റ്റ് ഇവിടെ. ഓക്കെ, സോ കിങ് ഓഫ് സോഡ്സ് പറയുമ്പോൾ അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, വ്യക്തമായിട്ട് പറയുക, നിങ്ങളോട് ഒരു സത്യസന്ധത പാലിക്കുക, അല്ലെങ്കിൽ ഒരു അതുമാത്രമല്ല ശരിക്കും നിങ്ങളെ വേണം, ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അവരെ എന്ന രീതിക്കാണ്. അതായത് അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇമോഷൻസ് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. ഓക്കെ, അവർ നിങ്ങളോട് ഓവർ ഇമോഷണലായിട്ട് ചിലപ്പോൾ ബിഹേവ് ചെയ്യില്ല. പക്ഷേ അവർ വേണ്ട കാര്യങ്ങൾ
സ്റ്റഡി ആയിട്ട് ചെയ്യാൻ അവർ ശ്രമിക്കും എന്ന രീതിക്കാണ്. ഓക്കെ, വേണ്ടത് ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, അതായത് എന്താണോ നിങ്ങളുടെ ഇടയിൽ തടസ്സമുള്ള ആ തടസ്സത്തിനെ മാറ്റിയിട്ട് അവർ എന്തും ആക്ഷൻ എടുക്കാൻ റെഡിയാവുന്ന പോലെ. എല്ലാവർക്കും ഇപ്പോൾ അവർ ഫാമിലിയെ വിട്ട് വന്നു, മറ്റുള്ളവരെ ഇത് ചെയ്തു വന്നു എന്നൊന്നും അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എല്ലാവരുടെ കാര്യത്തിലും. ഓക്കെ, പക്ഷേ കുറച്ച് പേർക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ്, നിങ്ങളോട് ഒരു ന്യായം ചെയ്യണം എന്നാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രണ്ട് കാർഡും വളരെ സിമിലർ ആണ്. കിങ് ഓഫ് സോർട്സും ജസ്റ്റിസും. നമ്മൾ കിങ് ഓഫ് സോർട്സ് പറയുന്ന വ്യക്തി തന്നെ നമ്മൾ വളരെയധികം ട്രൂത്ത്ഫുൾ എന്ന രീതിക്ക് പറയും. ഓക്കെ, ഫെയ്ത്ത്ഫുൾ എന്ന് എടുക്കാം. ഓക്കെ, അതായത് നമുക്ക് വിശ്വസിക്കാം എന്നാണ്. ഓക്കെ, സോ യെസ്, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ്. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, വിട്ട് മാറി പോണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ എവിടെയോ അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആൻഡ് നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ. ആക്ച്വലി സാധാരണ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് നമ്മൾ കാണാറ്. അതായത് നിങ്ങൾ ഒരുപാട് കെയറിങ് അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ലേഡീസ് ആവണമെന്നില്ല, ലേഡീസ് ജെൻസ് ആരായാലും ശരി, നിങ്ങളുടെ ഭാഗം, നിങ്ങളിപ്പോൾ വ്യൂവേഴ്സ്, നിങ്ങൾ ആരാണോ കാണുന്നത്, നിങ്ങൾ ഐ തിങ്ക് വളരെയധികം ഓവർ ഗിവിങ് അതൊക്കെയാണ്. പക്ഷേ എവിടെയോ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ അവർ ഇനിയൊരു നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നേ പറ്റൂ എന്നൊരവസ്ഥ വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, മേ ബി നിങ്ങളിനി അല്ലാതെ വേറൊന്നും നിങ്ങൾ സ്വീകരിക്കില്ല എന്നവർക്കിപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ തയ്യാറായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്, നിങ്ങളുമായിട്ടൊരു ബന്ധം വേണം. ആൻഡ് ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഇമോഷൻസും ഉണ്ട്, അവർക്ക് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു കിങ് ഓഫ് സോർട്സ് ലേശം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാതിട്ട് ഇവർ സ്നേഹത്തോടെ ആണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം. പക്ഷേ യെസ്, അവരുടെ ഭാഗത്ത് അവർ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, പറയുക, ക്ലിയർ ആയിട്ട് പറയുക. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ആക്ഷൻ കൂടിയാണ്. സോ യെസ്, ശരിക്കും ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ഒരു കാണാൻ നിങ്ങളോട് സംസാരിക്കാൻ വരും. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്താണ് നെക്സ്റ്റ് വേണ്ടത് എന്ന രീതിക്കൊരു കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനിക്കാനുള്ളൊരു ഇതാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു നമുക്ക് സിറ്റുവേഷൻ ലാസ്റ്റ് എന്താണ്, ഒരു 2-3 കാർഡ്സ് കൂടെ എടുക്കാം. എന്താണ് വരാൻ പോകുന്നത്? ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ് അല്ല, ഏസ് ഓഫ് വോൺസ് ആണ്. ഇരിക്കട്ടെ, നല്ല കാർഡാണ്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഏസ് ഓഫ് വോൺസ്, വേൾഡ് കാർഡ്, എയ്റ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, 3 ഓഫ് പെന്റക്കിൾസ്. സി, ഇവിടെ നിങ്ങൾ പേഴ്സൺ പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവർ ചില കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർ വേണ്ട എഫേർട്ട് എടുക്കും എന്നാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് വരും. ഓക്കെ, എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ന്യൂ ബിഗിനിങ് വരും എന്നാണ് കാണുന്നത്. അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, ശരിയാണ്. ഓക്കെ, അവർക്ക് മേ ബി ഫാമിലി അല്ലെങ്കിൽ ഫാമിലി പ്രഷർ അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ട് എന്ന രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മേലെ അവരൊരു ആക്ഷനായിട്ട് വരും. ഓക്കെ, വേൾഡ് കാർഡ്, എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, ഇതിനെയും പറയാം. ഡെത്തും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക്. സോ ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കാണും എന്തായാലും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ച്വലി സോ ഈ കിങ് ഓഫ് സോർട്സും ഇതും രണ്ടും ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ, സംസാരം, ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അവരെടുക്കുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അവർ അറ്റ്ലീസ്റ്റ് ഈ പെട്ട് നിൽക്കുന്നതിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് പുറത്ത് വരാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല ഇപ്പം തന്നെ. പക്ഷേ അവരെന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു ന്യൂ ബിഗിനിങ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, ആൻഡ് അവരുടെ മെസ്സേജസ് കൂടെ എടുത്തേക്കാം നമുക്ക്. ലവ് ഒറാക്കിൾ, നമുക്ക് ലവ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. Or maybe we haven't finished our journey yet in the past life and now we are here together again. വേൾഡ് കാർഡ് പോലെയാണ്. നിങ്ങൾ തമ്മിലുള്ള ജേർണി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എൻഡിങ് ആയിട്ടില്ല, പൂർണ്ണമായിട്ട് എൻഡ് ആയിട്ടില്ല. ഇത് വീണ്ടും ഇനിയും സൈക്കിൾ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ പൂർവ്വജന്മത്തെ കണക്ഷനും ആവാം, അതും ആയിരിക്കാം. അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ നിങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇവിടെ കഥ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇതിൽ പല കാര്യങ്ങളും നടക്കാനുണ്ട് നിങ്ങൾ തമ്മിൽ എന്നാണ്. അവർക്കും അതറിയാം, അവർ പറയുന്നുണ്ട്. ഓക്കെ, ഐ എം സോ കൺഫ്യൂസ്ഡ് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ആൻഡ് ഓക്യുപ്പൈഡ് വിത്ത് ക്ലൗഡി തോട്ട്സ്. അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ തമ്മിൽ പറ്റുക എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. ബീങ് ഫെയർ സംടൈംസ് ബ്രിങ്സ് അസ് ബാലൻസ് ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡിങ്. ബീങ് ഫെയർ, ജസ്റ്റിസ്, ന്യായം അല്ലേ, ന്യായമായിട്ട് ഉള്ളത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ബിക്കോസ് നമ്മൾ തമ്മിലൊരു ബാലൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് ജസ്റ്റിസ് ചെയ്യും, ന്യായം ചെയ്യും എന്നാണ്. യു ആർ ദ സോൾ ഐ ഹവ് ബീൻ സീക്കിങ് ഫോർ. നിങ്ങളാണ് അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെയാണ് അവർ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഐ വോണ്ട് ടു റീച്ച് ഔട്ട് ഫോർ യു നൗ. മെസ്സേജ്
ഓക്കെ, ഒരു മെസ്സേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാണാൻ വരാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, ഇപ്പം തന്നെ വേണം എന്നുണ്ട്. സോ നിങ്ങളത് ക്ലെയിം ചെയ്യൂ. യെസ്, അവർ വരും. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ മറികടന്ന് അവർ വരും എന്ന് നിങ്ങളൊന്ന് മനസ്സിലുറപ്പിക്കാം. അവർ മൈൻഡ്സ് ഇന്റർട്വൈൻ വിത്തൗട്ട് സെയിങ് ഔട്ട് ലൗഡ്. സി, അവർ പറയുന്നത് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും, വാക്കുകൾ കൊണ്ട് സംസാരിച്ചില്ലെങ്കിലും എവിടെയോ മനസ്സുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഐ ഗോട്ട് നോ മോർ അബൌട്ട് യു. അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ അധികം വലിയ അറിയുന്നുണ്ടെങ്കിൽ, പരസ്പരം അറിയുവാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വരില്ല. ചിലപ്പോൾ അതായിരിക്കും അവർ അറിയാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അധികം പരിചയപ്പെട്ട അധികം ആയിട്ടില്ലെങ്കിൽ അവർക്ക് കുറെ കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ഐ ഫീൽ ബാഡ് ഫോർ ലെറ്റിംഗ് യു ഡൗൺ. സി, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വിട്ടുകളഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഇമോഷൻസിനെ ഹേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ഇഫ് ഐ എവർ പുട്ട് ഓഫ് മൈ മാസ്ക് വിൽ യു ആക്സെപ്റ്റ് അനദർ റിയൽ മീ. ഓക്കെ, സി, ക്യാൻ യു അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അവർക്കൊരു ടെൻഷൻ ഉണ്ട്. ദാറ്റ് നിങ്ങൾ അവരെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ റിയൽ സെൽഫ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സി, എല്ലാവരും പെർഫെക്റ്റ്, അവനവനെക്കുറിച്ച് അവർക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ദാറ്റ് അവർ പോരാ എന്നൊരു തോന്നലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ കുറച്ചൊന്ന് ബിഹേവിയറൊക്കെ ഒന്ന് മാറ്റും, അല്ലേ? അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഒന്ന് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ കുറച്ചൊക്കെ. സോ മേ ബി അവർ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മറക്കുന്നുണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾ അവർ ചില ചെറിയ കാര്യങ്ങളായിരിക്കാം, ബട്ട് അവർ ചിലപ്പോൾ നിങ്ങളോട് മറക്കുന്നുണ്ടാവാം. അപ്പം അത് ഇല്ലാതെയൊക്കെ നിങ്ങൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവരെ റിയൽ സെൽഫിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ബട്ട് ഐ തിങ്ക് പറ്റും. കാരണം ഐ തിങ്ക് മനസ്സിലാക്കി പോലാണ് വേണ്ടത് എല്ലാവർക്കും. ഓക്കെ, സോ ഇവിടെ എനിവേ അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വിൽ യു ലിസൺ ടു മീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർ സംസാരിക്കാൻ തീർച്ചയായിട്ടും ആക്ഷൻ, അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ആക്ഷനും പ്രതീക്ഷിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്, മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ്. നമുക്ക് നോക്കാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം, സെൽഫ് ലവ് ചെയ്യുക അതിൻ്റെ ഇടയിൽ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.